ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? പിന്നെന്താ, എന്ത് വേണേലും ചോദിച്ചോ. അന്നെന്തിനാ എന്നെ ചൂസ് ചെയ്തേ ഭാര്യയെ അഭിനയിക്കാൻ? വേറെ ആരെയും വിളിക്കാൻ തോന്നിയില്ല. അതെന്താ അങ്ങനെ? എടി, എനിക്ക് നിന്നെ കണ്ടപ്പോഴേ ഇഷ്ടായി. നിനക്ക് എന്നെ കണ്ടപ്പോ എന്താ തോന്നിയേ? ആ ചോദ്യം ദക്ഷയുടെ ചിരിയെ തച്ചുടച്ചു. അവളുടെ ഭാവമാറ്റം ആദിത്യൻ ശ്രദ്ധിച്ചു. എന്താടി? ഒന്നുമില്ല, സാറിന് പോണ്ടേ? ദയവ് ചെയ്ത് നീ എന്നെ സാറേന്ന് വിളിക്കല്ലേ, എന്റെ ചങ്ക് പൊടിയും. പിന്നെ ഞാനെന്ത് വിളിക്കും? ഏട്ടാന്ന് വിളിച്ചോ. അയ്യടാ, പ്രായം കൊണ്ടാ ഓക്കെ, പക്ഷെ ഞാൻ വിളിക്കില്ല. പിന്നെന്താ വിളിക്കുക? ആദി. പ്രിഡിക്റ്റബിൾ. എനിക്ക് സാറേന്ന് തന്നെ വിളിക്കാം. അയ്യോ വേണ്ട, നീ ആദ്യം തന്നെ വിളിച്ചാ മതി. അപ്പോ ഒന്ന് പോയേ, അതൊന്നും ശരിയാവില്ല, അവരറിയും. ശരി, നീ നിന്റെ അമ്മയെ വിളിക്കേ. എന്നിട്ട് അവിടെ തീ പിടിച്ചത് കാണിക്കേ. എന്നിട്ട് നിനക്ക് പേടിയാ അവര് വരുന്നവർ അഖിലയുടെ വീട്ടിൽ നിൽക്കാന്ന് പറ. അത് വേണോ? വേണം, വിളിക്കേ. സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിക്കും, വിളിക്കേ. ദക്ഷ മനസ്സിലാ മനസ്സോടെ അമ്മയെ വിളിച്ചു. കോളെടുത്തോടെ അവൾ ക്യാമറ ഫ്ലിപ്പ് ചെയ്തു. എന്തുവാ മോളെ ഇത്? അവരുടെ അടുക്കള വശത്ത് തീ പിടിച്ചമ്മേ. അയ്യോ, എന്നിട്ട്? ആർക്കൊന്നും പറ്റിയില്ല, പക്ഷെ പറ്റിയേനെ. അയ്യോ. ക്യാമറ പുറത്തോട്ടാണെന്ന് അറിയാവുന്ന ധൈര്യത്തിൽ ആദിത്യൻ അവളെ പിന്നിലൂടെ കടന്നു പിടിച്ചു. ദക്ഷ അവന്റെ പിടി വിടുവിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. എന്നാൽ എന്തു പറ്റിയതാ? അറിയില്ല, ഞാൻ പോയി നോക്കിയില്ല. ആദിത്യൻ അവളെ കൂടുതൽ ഇറക്കി പിടിച്ചു. വിട്ട്. എന്താ മോളെ? അല്ല, ഞാൻ അഖിലയുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ, നിങ്ങൾ വരുമ്പോ തിരിച്ചു വരാം. അതെന്തിനാ? എനിക്കെന്തോ ഒരു പേടി. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ നടന്നാലോ? ഏയ്, നമ്മുടെ അവിടെ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് പേടിയാ അമ്മ. അച്ഛനോടൊന്നും പറ. ശരി, ഇന്നിനി പോണ്ട, നാളെ കോളേജ് കഴിഞ്ഞിട്ട് പൊക്കോ. ആ ഓക്കെ. നിനക്ക് എന്തെങ്കിലും പറ്റിയോ? നീ എന്താ മുഖം കാണിക്കാത്തെ? ഏയ് ഇല്ല. ദക്ഷ ബലം പ്രയോഗിച്ച് ആദിത്യനെ സമീപത്തെ സോഫയിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ക്യാമറ ഫ്ലിപ്പ് ചെയ്തു. ഞാൻ അപ്പുറത്തെ കാണിച്ചു തന്നതാ. ഹാ, അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. ചേച്ചിനെ വിളിച്ച് നാളെ വൃത്തിയാക്കാൻ വരണ്ടാ പറ. അപ്പൊ രാവിലെ എന്ത് കഴിച്ചിട്ട് കോളേജിൽ പോവും? ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിക്കോളാം. നന്നായി പ്രാർത്ഥിച്ചിട്ട് കിടന്നോ. ആ ശരി അമ്മ. അപ്പോ പാക്ക് ആക്കിക്കോ. ഓക്കെ. ദക്ഷ ആവശ്യത്തിന് ഡ്രസ്സുകളും പുസ്തകങ്ങളും മറ്റും ഒരു ബാഗിലാക്കി വീടും ഗേറ്റും പൂട്ടി ആദിത്യനോടൊപ്പം കാറിനടുത്തേക്ക് നടന്നു. ഇവരാരെങ്കിലും പറഞ്ഞു കൊടുക്കോ? ഇല്ല, ആരോടും അങ്ങനെ മിണ്ടാറില്ല. നീ എങ്ങനെ ഈ കുടുംബത്തിൽ വന്നു കിട്ടു? ആർക്കറിയാം. എന്തേലും കഴിച്ചിട്ട് പോണോ അതോ? ഞാനത്ര നല്ല കുക്കൊന്നുമല്ല. പക്ഷെ ഞാനാണ്. ശരിക്കും? യെസ്. എന്നാ വണ്ടി വിട്ടോ? ഇരുവരും കഥകളൊക്കെ പറഞ്ഞ് ആദിത്യന്റെ വീട്ടിലെത്തി. തന്റെ ബെഡ്റൂമിന്റെ വലതുവശത്തുള്ള മുറി ആദിത്യൻ ദക്ഷയ്ക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തു. മറ്റേ റൂമിനേക്കാൾ ചെറുതല്ലേ? ആ മുറി വേണോ? എന്തിന്? എനിക്കൊരാൾക്ക് ഇത് തന്നെ ധാരാളം. ശരി, താനെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്ക്, ഞാൻ കിച്ചണിൽ ഉണ്ടാവും. യെസ് സർ. ഡേ, ചുമ്മാ. കോളേജിൽ നിന്ന് സാറേന്ന് വിളിക്കാവോ? അവിടുന്ന് അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. ശരി ശരി, മാഷ് ചെല്ല്. ആദിത്യൻ അവളെ നോക്കി കണ്ണുറുക്കി കാണിച്ച് കിച്ചണിലേക്ക് പോയി. ദക്ഷ ബാഗിൽ നിന്ന് അവളുടെ ഡ്രസ്സ് എടുത്ത് മുറിയിലെ കബോർഡിൽ അടുക്കി വെച്ചു. മുടി ചീകി ഒരു ക്രാബ് കൊണ്ട് മടക്കി കെട്ടിവെച്ചു. എന്നിട്ട് ആദിത്യനെ തിരഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു. അവൻ ഏപ്രണൊക്കെ കെട്ടി തിരക്കിട്ട പാചകത്തിലാണ്. എന്താണ് മാഷെ സ്പെഷ്യൽ? പാസ്ത. അയവ, കുറച്ചധികം കുരുമുളക് കിട്ടാം. ആഹാ, നീ എരിവിന്റെ ആളാ? യെസ്. മേഡ് ഫോർ ഈച്ച് അതർ. അപ്പൊ ഗുഡ് നൈറ്റ്. അലാറം വെക്കുവോ ഞാൻ വന്ന് വിളിക്കണോ? ഞാൻ 7 മണി കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി കണ്ണു ഓർക്കും. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആദിത്യൻ തൊട്ടടുത്തെങ്കിലും അകലങ്ങളിലേക്ക് പോകും വിധം അവളെ വിട്ട് പോവാൻ മടിച്ചു. എന്തേ, നടന്നിട്ട് റൂം എത്തുന്നില്ലേ? ഓട്ടോ വിളിക്കണം? ഓട്ടോ ഒന്നും വേണ്ട. പിന്നെ? ആദിത്യൻ ഒരു കള്ളച്ചിരിയോടെ ഓടി വന്ന് അവളുടെ ചുണ്ടിലൊന്ന് മുത്തി. തിരികെ അതേ വേഗത്തിൽ റൂമിൽ കയറി കഥ കടിച്ചു. രണ്ടുപേർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്ന് പറഞ്ഞതും ചെയ്തതുമൊക്കെ രണ്ടാളുടെയും മനസ്സ് നിറഞ്ഞ് കവിഞ്ഞൊഴുകി. കണ്ണു തുറന്ന് സ്വപ്നം കണ്ട് വെളുപ്പിൽ എപ്പോഴോ രണ്ടുപേരും കിടന്നുറങ്ങി. 7 കഴിഞ്ഞ് 8 ദക്ഷ ഉണർന്നില്ല. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ആദിത്യൻ ഞെട്ടി ഉണർന്ന് ഫോൺ എടുത്ത് നോക്കി. അവൻ കട്ടിലിൽ നിന്ന് ഉരുണ്ടുപിടഞ്ഞ് എഴുന്നേറ്റ് ദക്ഷയുടെ മുറിയിലേക്ക് ഓടി.
അവൾ വാതിൽ അകത്തു നിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൾ പട്ടുനൂൽ പുഴു കണക്കെ മേലാസകലം പുതപ്പ് ചുറ്റി കിടക്കുകയായിരുന്നു. എടി എണീക്ക്, 8 മണി കഴിഞ്ഞ്. 8ഓ? നീ അല്ല പറഞ്ഞ 7 മണിക്ക് നിന്റെ കണ്ണ് നട തുറക്കുന്നു. ഇന്നലെ ഉറങ്ങാൻ വൈകിപ്പോയി. ഞാനും. വാ എഴുന്നേക്ക്. ഒരു 10 മിനിറ്റ് കൂടെ. ലേറ്റ് ആകുമടി, എണീറ്റേ. അത് സാരല്ല, തന്റെ അല്ലേ ഫസ്റ്റ് പീരീഡ്. അത് ശരി, ലേറ്റായ ഞാൻ കേറ്റൂല. പ്ലീസ് ഒരു 10 മിനിറ്റ് കൂടെ. നീ എന്തെങ്കിലും ചെയ്, എന്റെ നേരം പോയി. ദക്ഷ വീണ്ടും തലവഴി പുതപ്പ് മൂടി. ആദിത്യൻ ഷടപടാന്ന് ഓരോന്ന് ചെയ്തു. നേരം വൈകിട്ട് കൂടി അവൻ ദക്ഷയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഒഴിഞ്ഞ വയറുമായി അവളുടെ റൂമിൽ പോയി. ദക്ഷ എണീറ്റിട്ടുണ്ടായിരുന്നു. നീ ഇതുവരെ ഡ്രസ്സ് മാറിയില്ലേ? ഞാൻ ലേറ്റാവും, ആദ്യ പൊക്കോ. ശരി, താക്കോൽ കീ ഹോൾഡറിലുണ്ട്, കീ കളയരുത് കേട്ടോ. ഇല്ല. ആദിത്യൻ കീ ഹോൾഡറിൽ നിന്ന് കാറിന്റെ കീ എടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്കോടി. അതേ സ്പീഡിൽ തിരിച്ചു കയറി വന്ന് അവളുടെ നെറുകയിൽ ചുംബിച്ചു. ദക്ഷ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. ലേറ്റായെന്ന് കരുതി ഭക്ഷണം കഴിക്കാതെ വരല്ലേ, ഞാൻ ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ടേ വരാവൂ, ഞാൻ ക്ലാസ് കയറ്റിക്കോളാം. ദക്ഷ അതിന് മറുപടിയായി ചുണ്ടുകൊണ്ടൊരു കൃത്രിമ ഉമ്മ അങ്ങ് പാസാക്കി. ആദിത്യൻ അവൾക്ക് നേരെ ഒരു കണ്ണിറുക്കി അടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ദക്ഷ കണ്ണാടിയിൽ പോയി അവൻ ചുംബിച്ച ഇടത്തേക്ക് നോക്കി. പിന്നീട് നാണിച്ച് തല താഴ്ത്തി. 35 മിനിറ്റുകൾക്ക് ശേഷം ദക്ഷ കോളേജിലെത്തി. ക്ലാസുകൾ തുടങ്ങിയിരുന്നു. എങ്കിലും ചില വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറാതെ നടപ്പുണ്ടായിരുന്നു. അവൾ 2ാം നിലയിലേക്കുള്ള സ്റ്റെപ്പ് ഓടി കയറി. ആദിത്യൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മേ ഐ കമിൻ സർ? എന്തെത്ര വൈകിയത്? ബസ് മിസ്സായി സർ. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഇതൊന്നും ഒരു റീസൺ അല്ല, കയറിയിരിക്കെ. താങ്ക് യു സർ. നീ പൊക്കോളം പറഞ്ഞോണ്ടാ ഞാൻ കാത്തു നിൽക്കാഞ്ഞു. അത് സാരല്ല. ആദിത്യൻ ഇടയ്ക്ക് ദക്ഷയെ പാടി നോക്കുന്നുണ്ടായിരുന്നു. അവൾ അത് അറിയുന്നുമുണ്ടായിരുന്നു. എന്താടി നിന്റെ ചിരിയിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? ഇന്റർവെല്ലിന് പറയാം. അപ്പൊ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. പറയാന്ന് പറഞ്ഞില്ലേ, മിണ്ടാണ്ടിരിക്കെ. ഇടയ്ക്കും തലയ്ക്കുള്ള പാളിനോട്ടങ്ങളും ആരുടെയും കണ്ണിൽപ്പെടാതെയുള്ള ചിരിയുമായി ആ പിരീഡ് കഴിഞ്ഞു. ആദിത്യൻ ഇറങ്ങിപ്പോയപ്പോൾ ദക്ഷ ജനാലയിലോട്ട് തിരിഞ്ഞു നോക്കി. പ്രതീക്ഷിച്ച പോലെ ആദിത്യൻ അവളെ തിരിഞ്ഞു നോക്കിയാണ് നടന്നുപോയത്. അവൾ നാണത്തോടെ തലകുനിച്ച് മുഖം തിരിച്ചു. മുഖം ഉയർത്തിയതും കണ്ടത് 2 പിരകവും പൊക്കി തന്നെ രൂക്ഷമായി നോക്കുന്ന അഖിലയാണ്. എന്താ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ? എന്ത്? എന്താ ഒരു ഇളക്കം? ഇന്റർവെല്ലാവട്ടെ ചക്കരെ, എല്ലാം പറയാം. ഇന്റർവെല്ലിന് തുടങ്ങിയ കഥ പറച്ച് ഇന്റർവെൽ അവസാനിച്ചപ്പോഴേക്കും കഴിഞ്ഞു. പക്ഷെ അഖിലയുടെ പറന്നുപോയ കിളികൾ ഇതുവരെ കൂടണഞ്ഞില്ല. എടി, നീ ഇത് എന്ത് ധൈര്യത്തിലാ? നീ തന്നെയല്ല അന്ന് പറഞ്ഞേ ഇത് പ്രേമാണെന്ന്. ഓ, അപ്പൊ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നല്ലേ? അങ്ങനല്ല. എടി മഹാഭാവി, നിനക്ക് വീട്ടിൽ പറയാൻ എന്റെ പേരെ കണ്ടോളോ. വേറെ ആരെ പറഞ്ഞാലും അമ്മ പോക്കും, അതുകൊണ്ടല്ലേ. എന്നാലും നീ ഇത് ധൈര്യത്തിലാ? പുള്ളി സീരിയസ് ആണോന്ന് പോലും അറിയില്ല. സീരിയസ് ആയിരിക്കും. ആയിരിക്കുന്നോ? അപ്പൊ നിനക്കൊരു ഉറപ്പില്ലേ? നീ അങ്ങനൊന്നും ചോദിക്കല്ലേ. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? പോണവരെ പോട്ടെ. 2 തേപ്പ് കിട്ടിയപ്പോ നീ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞേ. എനിക്ക് അങ്ങേരെ ഒത്തിരി ഇഷ്ടാ. ആദിക്കും. ആദിയോ? എന്നോട് സാറേന്ന് വിളിക്കണ്ട പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെയൊക്കെ ആയോ? എടി, എന്നാലും നിങ്ങൾ മാത്രം ഒരു വീട്ടിൽ. അതിനിപ്പോ എന്താ? കോളേജിൽ നിന്റെ ബ്രൈഡ് ടു ബി ആഘോഷിക്കുന്നതിന് മുമ്പ് മം ടു ബി ആഘോഷിക്കേണ്ടി വരുന്ന തോന്നുന്നേ. ഒന്ന് പോ പിശാചേ, അങ്ങനൊന്നും വരില്ല. ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ദക്ഷയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ആദിത്യന്റെ മെസ്സേജ് ആയിരുന്നു. ബെല്ലടിച്ചല്ലോ, ക്ലാസ്സിൽ കയറുന്നില്ലേ? ഈ പീരീഡ് കട്ടാക്കി. വൈ? ഇവളോട് ഇന്നലത്തെ കാര്യം പറയുമായിരുന്നു. അയ്യോ, എല്ലാം പറഞ്ഞോ? അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല, എന്നാലും പറഞ്ഞു. മേലോട്ട് നോക്ക്, നിന്റെ ലെഫ്റ്റിലോട്ട്. മാഡം, യുവർ ഫോൺ നമ്പർ പ്ലീസ്. സേവ്ഡ്. വൈകിട്ട് ഒന്നിച്ചു പോവാം. നിനക്കോ വിവരമില്ല, അങ്ങേർക്കോ? നാട്ടിൽ ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടോന്ന് ആർക്കറിയാം? അക്കു, കുക്കു, നീ ഇതേപോലെ അന്വേഷിച്ചിട്ടാണോ? ഞാൻ എങ്ങനെ അന്വേഷിക്കാനാ? ദേ, കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് അങ്ങനെയൊന്നുമില്ലാന്ന് ഉറപ്പുവരുത്തിക്കോ. നീ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കല്ലേ. പേടിക്കണം. മുഖത്തിന് ഭംഗിയുള്ളവർക്കൊക്കെ മനസ്സിന് ഭംഗിയുണ്ടാവണമെന്നില്ല. പിന്നീട് കരയുന്നതേക്കാൾ നല്ലതല്ലേ? നീ പറയുന്നത് ശരിയാ. അതുകൊണ്ട് എടുത്തു ചാടണ്ട, മനസ്സിലായോ?
എന്തായാലും ക്ലാസ്സിൽ കയറുന്നില്ലല്ലോ, ഞാൻ പുള്ളിക്കാരനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഗൾഫിൽ ഇത്രയും ഫ്രീ ടൈം ഉള്ള ഒരാളോ? അതാണ് എന്റെ കരുണേട്ടൻ. അഖില അഭിമാന പുരസ്സരം അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി. ദക്ഷ അഗാധമായ ചിന്തയിൽ മുഴുകി. അഖില പറഞ്ഞത് അവളുടെ മനസ്സിൽ കനൽപ്പാകിക്കൊണ്ടിരുന്നു. 4ാമത്തെ പീരീഡിന് തിരിച്ച് ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ ആദിത്യൻ അവളുടെ എതിർവശത്തൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു. അവൾ അവനെ കണ്ടതുപോലുമില്ല. അഖില ആദരപൂർവ്വം ഒന്ന് തല കുമ്പിട്ട് കാണിച്ചിട്ട് ദക്ഷയുടെ പിന്നാലെ നടന്നുപോയി. ആദിത്യൻ ദക്ഷയുടെ പെരുമാറ്റത്തിൽ അന്തം വിട്ടുപോയി. അവനും ഇപ്പോൾ പീരീഡ് ഉള്ളതിനാൽ അവൻ അവളെ തടഞ്ഞു നിർത്തിയില്ല. എങ്കിലും ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് അവൾക്കൊരു മെസ്സേജ് അയച്ചിട്ടു. വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് അവൾ മറുപടി നൽകി. ഭക്ഷണം കഴിച്ച് തിരികെ വരുമ്പോൾ സ്റ്റാഫ് റൂമിന് മുന്നിൽ മെറിനും ആദിത്യനും സംസാരിക്കുന്നത് ദക്ഷ കണ്ടു.